കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിക്കുവാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. സമാഗമന കൂടാര വിഷയമാണ് ഈ 25-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 25-ാം വാക്യം വരെ അതിൻ്റെ വ്യക്തമായി അതിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് അതിന് 7 ദീപങ്ങളെ ഉണ്ടാക്കുന്നു. 1 സാക്ഷ്യ കൂടാരം. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് ഒരു സാക്ഷ്യ കൂടാരം ഉണ്ടായിരിക്കണമെന്ന് യഹോവയായ ദൈവം മോശയോടും അഹരോനോടും പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യാഗപീഠമായി മാറുന്നു. അതെന്താണ്? ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, ദൈവം പക്ഷപാതം ചെയ്യുക. ഹല്ലേലൂയ. ആ യാഗം ഒരു ഒരു കാളക്കിടാവിനെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കുക. അത് ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യാഗത്തിനോടുള്ള ദൈവം പാപക്ഷമ കൊടുക്കുന്ന കർത്താവായ ദൈവം, അല്ലെങ്കിൽ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഹല്ലേലൂയ പാപം ചെയ്യുമ്പോൾ യാഗം അർപ്പിക്കുമ്പോൾ മൃഗത്തിന്റെ മേൽ കൈ വെച്ച് ഹല്ലേലൂയ അതിനെ യാഗം അർപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അത് ദൈവം പാപക്ഷമ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-മത്തത് നമ്മളിവിടെ പഠിച്ചു നോക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്വർഗീയ പിതാവായ ദൈവം സ്വർഗത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കർത്താവായ ദൈവം വീണ്ടും രണ്ടാമതായി ഹല്ലേലൂയ ഭൂമിയിലേക്ക് വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിളക്കാകുന്ന വിളക്ക് എപ്പോഴും നമ്മൾ ശോഭിക്കേണ്ടത്, സമഗമന കൂടാരത്തിൽ എപ്പോഴും ശോഭിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ആയിരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ പ്രഭാതം പുലർന്ന് വൈകുന്നേരം വരെയും ഒലിവെണ്ണ നിലവിളക്കിൽ ഒഴിച്ച് അത് അണയാതെ അത് തീ കൊളുത്തി അത് പ്രകാശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവായ ദൈവം വെളിച്ചമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിച്ചമായി മാറുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ദൈവ പ്രാർത്ഥനയാകുന്ന കൂടാരത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ തേജസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് സകലത്തിനും പരിഹാരം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ, കർത്താവായ ദൈവത്തിൻ്റെതായ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിന് 7 ദീപമായി മാറണം. അവിടെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഞാൻ അത് കൂടുതലായിട്ട് അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, സംഖ്യാപുസ്തകത്തിൽ പഠിച്ചു നോക്കുമ്പോൾ ദീപം 7 നിലവിളക്കിൻ്റെ മാറുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ ജനം എപ്പോഴും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ പാപത്തോട് എന്തെല്ലാം പാപം ചെയ്താലും നിങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ പ്രകാശമുള്ളതായി മാറണം. നിങ്ങൾ പാപത്തിലേക്ക് കടന്നു പോകരുത്. യഹോവയാ ദൈവത്തോട് മത്സരിക്കരുത് എന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നാമും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഒരു പ്രകാശമായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ, ഇരുട്ടിന്റെ അവസ്ഥകൾ വരുമ്പോൾ അതിന് അടിമയാകുവാനല്ല, നമ്മളെപ്പോഴും പ്രകാശമായി മാറണം. കർത്താവായ ദൈവം പ്രകാശമായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രകാശമായി മാറുകയാണെങ്കിൽ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു വ്യത്യാസം ഉണ്ടാകുവാനിടയായിത്തീരും, വലിയൊരു മാറ്റം ഉണ്ടാകുവാനിടയായി
ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മളെ ധരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഭവനത്തിൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ തലമുറകളിൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാനിടയായി തീരും. അതുകൊണ്ടാണ് ദീപം 7 നിലവിളക്കിന്റെ പ്രകാശമായി മാറുന്നത്. അത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു പ്രകാശമായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 സാമുവേൽ 22:29 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ നീ എൻ്റെ ദീപമാകുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നു. അപ്പോൾ ദാവീദ് സ്തോത്രയാഗമായി പറയുകയാണ്. ദാവീദിന്റെ ജീവിതത്തിനകത്ത് പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ പറയുകയാണ്, അന്ധകാരത്തെ പ്രകാശിപ്പിക്കുമാറാകണമേ. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ അന്ധകാരമായി അടിഞ്ഞുകൂടിയിരിക്കുന്നത്, അതൊരു പ്രകാശമായി മാറുവാൻ തക്കവണ്ണം അത് നാം ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കുക. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ അത് മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം മാറിയെങ്കിൽ കമന്റ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.